ഏറ്റവും സ്നേഹമുള്ള സജീവൻ സാറേ, പ്രിയമുള്ള ഉസ്താദ്, സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കയറാനും നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ സൂചിപ്പിച്ചു, ഞാൻ പല പ്രാവശ്യം ഈ ക്യാമ്പസിൻ്റെ മുൻപിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്യാമ്പസിൻ്റെ മുമ്പിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ ഏതാണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ എൻ്റെ വൈദിക പരിശീലനത്തിൻ്റെ ഭാഗമായി സെമിനാരിയിൽ ആയിരുന്ന ആ കാലഘട്ടം ഓർക്കുകയാണ്. ഞങ്ങൾക്കൊരു 12 വർഷക്കാലം നിങ്ങളെപ്പോഴൊക്കെ ഈ പരിശീലനത്തിൽ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാലം നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകളുടെ മനോവികാരം എളുപ്പത്തിൽ വായിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. എന്താണ് നമ്മുടെയൊക്കെ ഈ പരിശീലനത്തിലുള്ള പ്രത്യേകതകൾ, അതിൻ്റെ മനോവികാരങ്ങൾ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ക്യാമ്പസിലായിരിക്കുമ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് അനുസ്മരണങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൻ്റെ ആ ഒരു ഓർമ്മകളുമായിട്ട് ഇവിടെ സമ്മേളിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നതിന് സംശയമില്ല. ഞാൻ ആദ്യമായി തന്നെ ഈ നബിദിനത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ പുലാമന്തോട് പഞ്ചായത്തിൽ കുരുവമ്പലം വില്ലേജിലുള്ള ഒരു സ്ഥലത്താണ്. നമ്മളിവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങാടിപ്പുറം അമ്പലത്തിൻ്റെ മുമ്പിലെത്തി കഴിയുമ്പോൾ അവിടുന്ന് വലത്തേക്കൊരു വഴി കിടപ്പുണ്ട്. അത് പരിയാപുരം എന്ന് പറയുന്ന ഒരു സെൻറ് മേരീസ് സ്കൂള്, അവിടെ ക്രിസ്ത്യൻ ചർച്ചൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ കുടിയേറ്റ സമൂഹമാണ്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴൊരു സ്ഥലമാണ് ഈ ചിരട്ടാമല എന്ന് പറയുന്നൊരു ഗ്രാമം. അത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചിരട്ടാമലയിലെ ഗ്രാമത്തിൽ ഞാൻ ജനിക്കുന്ന കാലഘട്ടത്തിൽ, വളരുന്ന കാലഘട്ടത്തിൽ അവിടെ ഏകദേശം ഒരു 1500 കുടുംബങ്ങളുണ്ടാവും. ഏതാണ്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും ഹൈന്ദവ സഹോദരങ്ങളും ഒരുപോലെ എണ്ണമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ണു തുറന്ന് ഒരു തിരിച്ചറിവൊക്കെ ആകുന്ന ആ കാലം മുതൽ കാണുന്നത് ഒരേപോലെ ഈ പറയുന്ന പോലെ നബിദിനം ആഘോഷിക്കുകയും ഒരേപോലെ ഓണം ആഘോഷിക്കുകയും ക്രിസ്മസ് ഒരു വലിയ ആഘോഷമായി കാണുകയൊക്കെ ചെയ്യുന്ന, ഈ ജാതിമത വർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ നല്ല അയൽപക്ക ബന്ധങ്ങളിൽ കഴിയുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നുകൊണ്ട് ഹൃദ്യം പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എങ്ങനെ മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ആ ഗ്രാമത്തിൽ ഞാൻ വളർന്നു വന്ന അവസരത്തിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന, പിന്നീട് ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ സഹപാഠികളായിട്ടുള്ള, അയൽപക്കക്കാരായിട്ടുള്ള, ഇസ്ലാമിക വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന സഹോദരന്മാരിലൂടെയാണ്. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ബാല്യകാലം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടി ഒരു ടെക്നോളജിയുടെ കാലഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ലാത്ത, എന്ന് പറഞ്ഞാൽ റേഡിയോ പോലും അത്ഭുതമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം. ടെലിവിഷനൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ആനയൊക്കെ കാണാൻ വേണ്ടി കാഴ്ച ബംഗ്ലാവിൽ പോകുന്നത് പോലെ ഓടിക്കൂടി ഈ ടെലിവിഷൻ കാണുകയും ഒരേ സമയം ടെലിവിഷനിൽ നോക്കുകയും പുറത്തിറങ്ങി അത് പിടിക്കുന്ന നമ്മുടെ ആൻറ്റിന, അത് വലിയൊരു ഏണി പോലൊരു സാധനമായിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ പോയി നോക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പരസ്പരം പങ്കുവെച്ചും ഭക്ഷണപദാർത്ഥങ്ങൾ ഷെയർ ചെയ്തും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അയൽപക്കത്തെ വീടുകളിൽ ചെന്ന് അപ്പോഴേക്കുള്ള സാമ്പത്തിക മുട്ടുമാറ്റാൻ വേണ്ടി കടം മേടിച്ചുമൊക്കെ പരസ്പരം കൈമാറിയിരുന്ന ആ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്, ആ സഹോദരന്മാരിൽ നിന്നാണ് ഞാൻ എപ്പോഴും ഈ പ്രവാചകൻ മുഹമ്മദ് നബീനെ ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. പിന്നീട് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഇതര മതങ്ങളെക്കുറിച്ചുള്ള ഒരു സബ്ജക്റ്റുണ്ട്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ ഫാദർ വിൻസെൻ്റ് കുണ്ടൂളം എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. നിങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. എപ്പോഴും ഈ മതസൗഹാർദ്ദ സമ്മേളന വേദികളിൽ സംസാരിക്കുന്ന വളരെ വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എല്ലാ മതങ്ങളെക്കുറിച്ചും ആഴമായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ അവസരത്തിലാണ് ഞങ്ങൾ ഇസ്ലാമിക ചരിത്രവും മുഹമ്മദ് നബിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സാമാന്യം അറിയാൻ വേണ്ടി മാത്രമുള്ള പഠനം നടത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ ആ പരിസരത്തുള്ള ആലുവയിലാണ് ഞാൻ പഠിച്ചത്. ആ പരിസരത്തുള്ള മസ്ജിദിൽ നിന്ന് ഉസ്താദുമാരെ കൊണ്ടുവന്ന് ഈ ഇസ്ലാമിക മതത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെയാണ്
ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അതിനെല്ലാം വെളിച്ചത്തിൽ ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദ് നബിയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മക്കയിലും മദീനയിലുമുള്ള പ്രദേശങ്ങളിൽ ചില വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ, അത് അവരുടെ ജന്മസിദ്ധമായി കിട്ടിയതായിരിക്കാം, ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടതല്ല. അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിൽ അവർ പിന്തുടർന്ന് വന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചില ആരാധനാ രീതികൾ, അതുകൊണ്ടൊന്നും മനുഷ്യനൊരു ഒരു സമാധാനമോ ദൈവികമായ കാഴ്ചപ്പാടുകളോ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സാമൂഹിക പരിഷ്കരണമാണ് എക്കാലത്തും മുഹമ്മദ് നബിയെക്കുറിച്ച് ആര് സംസാരിച്ചാലും എടുത്തു പറയാൻ കഴിയുന്നൊരു കാര്യം എന്നതിന് സംശയമില്ല. അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഇവിടെ സജീവൻ സാറ് പറഞ്ഞതുപോലെ ഈ നല്ലൊരു ഭരണാധികാരി എന്നുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ. എങ്ങനെ ഒരു ജനസമൂഹത്തെ, വിവിധ വിശ്വാസമുള്ളവരുണ്ടാകാം, വിവിധ ചിന്താഗതിയുള്ളവരുണ്ടാകാം, വിവിധ താല്പര്യങ്ങളുള്ളവരുണ്ടാകാം, അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തെ, ഒരു രാജ്യത്തിലെ അംഗങ്ങളെ, പൗരന്മാരെ ഒന്നിച്ച് ഒരു ചരടിൽ കോർത്ത മുത്തുമാല പോലെ നിർത്തുക എന്ന് പറയുന്നത് ഒരു നല്ല ഭരണാധികാരിയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള കഴിവാണ്. അതിന് മുഹമ്മദ് നബിക്ക് സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ നാടുവാഴികളും ചെറിയ രാജാക്കന്മാരും ഒക്കെ ഭരിച്ചിരുന്ന ഒരു സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ജനസമൂഹത്തെ ഒറ്റ ഒരു മനസ്സോടുകൂടി ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന, ഒരേ രീതിയിൽ സംഘടിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കഴിവല്ല. ഒരു പകുതി വരെ എങ്കിലും അതൊരു ദൈവികമായിട്ടുള്ള സിദ്ധിയാണ് ഒരു മനുഷ്യന്. അപ്പം അതിന് അദ്ദേഹത്തിന് ആ പ്രവാചകത്വം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ കാലശേഷം അതിന് നേതൃത്വം, ഭരണാധികാരം ഖലീഫമാരിലേക്ക് കൈമാറുന്ന രീതികളൊക്കെ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. ആ കൈമാറുന്ന രീതികളൊക്കെയും അവരോട് അനുവർത്തിക്കണമെന്ന് പറയുന്ന ഭരണചിട്ടകളെക്കുറിച്ചുമൊക്കെയും അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ശ്ലാഘനീയമായിട്ടും ഏതൊരു ഭരണാധികാരിക്കും, ഏതൊരു സാമൂഹിക നേതാവിനും, ഒരു സമൂഹത്തെ നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാവുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന കാര്യത്തിന് സംശയമില്ല. ഇവിടെ പറഞ്ഞതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ പ്രാപ്തനല്ല. കാരണം ആത്മീയമായ വീക്ഷണത്തിലൂടെ മുഹമ്മദ് നബിയെ പിന്തുടരാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പഠിക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്, അതുമാത്രമല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ട് അറിയാമെന്നുള്ളവരായതുകൊണ്ട് ഞാൻ ആത്മീയമായ വീക്ഷണങ്ങൾ പറയുന്നതിൽ എനിക്ക് അത്ര പരിജ്ഞാനമില്ല. ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം, നമ്മളിതുപോലൊരു സദസ്സിൽ എനിക്ക് ഒരു നല്ലൊരു അനുഭവം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരു അബുദാബിയിൽ ഒരു സന്ദർശനം നടത്താനിടയായി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. അപ്പം അങ്ങനെ ഒരു സന്ദർശനം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ എന്നെ കൊണ്ടുപോയിരുന്ന ആളുകൾ പറഞ്ഞു, ഇവിടെ അബ്രാഹാമിൻ്റെ മക്കൾ എന്ന പേരിൽ, സൺസ് ഓഫ് അബ്രഹാം എന്ന പേരിൽ ഒരു പള്ളിയുണ്ട്. പള്ളി മീൻസ് മസ്ജിദുണ്ട്, ജൂതന്മാരുടെ സിനഗോഗുണ്ട്, ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. അത് പുതുതായിട്ട് അബുദാബിയിലെ ഗവൺമെൻറ് ഭരണാധികാരികൾ നിർമ്മിച്ചതാണ്. അതൊരിക്കൽ കണ്ടിരിക്കുന്ന നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് വലിയ അത്ഭുതം തോന്നിയത്, അതിൻ്റെ 3 ദിശകളാണുള്ളത്. നേരെ മസ്ജിദിൻ്റെ സ്ഥലമാണ്, ലെഫ്റ്റിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയം, റൈറ്റ് സൈഡിൽ ജൂത പള്ളി, അതാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് വളരെ മനോഹരമായി ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൽ തന്നെ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും എങ്ങനെയാണ് ഒരു സർവ്വമത സാഹോദര്യത്തിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ലോകം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വിവരണം കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആളുകളെ ഗവൺമെൻറ് പരിശീലിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറയുന്നത് ഒരു മുസ്ലിം ഭരണാധികാരിയുടെ ഒരു കാഴ്ചപ്പാടാണ്, അബുദാബി ഭരിക്കുന്ന രാജാവിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. സ്വാഭാവികമായും അതൊരു സഹിഷ്ണുതയുടെ ഒരടയാളമാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ ആശയങ്ങളിൽ നിന്നുകൊണ്ട്, നമ്മുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതര സമൂഹത്തോടും ഇതര വ്യക്തികളോടും നമുക്ക് സഹിഷ്ണുത പുലർത്താൻ കഴിയും എന്നുള്ളതിന് വലിയ നല്ലൊരു
ഉദാഹരണമായിട്ടാണ് ആ അബ്രാമിൻ്റെ മക്കൾ എന്നുള്ള ആ പള്ളി അവിടെ നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ കൃത്യമായി എനിക്ക് കൊട്ടേഷൻസൊക്കെ ഖുറാനിൽ നിന്ന് പറയാൻ കഴിയുന്നില്ല, എങ്കിലും മുഹമ്മദ് നബി നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശങ്ങളിലൊന്ന് പരിപൂർണമായ സഹിഷ്ണുത പുലർത്തുന്നവരായിട്ട് നമ്മളായിരിക്കണം എന്നുള്ളതാണ്. അയൽവക്കക്കാരോടുള്ള സ്നേഹവും പരിഗണനയും അതുപോലെ അവരുടെ വിശ്വാസങ്ങളോടുള്ള നമ്മുടെ ആദരവും അത് സ്വാഭാവികമായും ഈ മുഹമ്മദ് നബിയിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട വലിയ ഒരു ഗുണമായിട്ട് ഈ കാലഘട്ടത്തിൽ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. അങ്ങനെ പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഏതൊരു ദുഷ്ട മനസ്സുള്ള ആൾക്കും അദ്ദേഹത്തിൻ്റെ ആശയം ഈ ലോകത്തിൽ ആർക്കും കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന രീതിയിൽ പറയാനും പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു മീഡിയം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ സ്വാഭാവികമായും ഈ സഹിഷ്ണുതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ പോലും വളരെ നിസ്സാരമായി ഈ മതസൗഹാർദ്ദം തകർക്കപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ആരോപണങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മുഹമ്മദ് നബിയെ പോലെ നമുക്ക് മാതൃകാപുരുഷനായി തീർന്നിട്ടുള്ള പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ സഹിഷ്ണുതയുടെ മൂല്യങ്ങൾ നമ്മൾ കണ്ടെത്തണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം എന്നതിന് യാതൊരു സംശയവുമില്ല. ഇത്തരം സമ്മേളനങ്ങൾ നമ്മളെ അതിന് സഹായിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ അസ്വസ്ഥരാകുന്നവരാണ്. പ്രത്യേകിച്ച് മതപരമായി നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പുരോഹിത ധർമ്മം നിർവഹിക്കുന്ന ആളുകൾ പലപ്പോഴും പെട്ടെന്ന് വിശ്വാസങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വിശ്വാസികൾ നമ്മളിൽ നിന്ന് വിഘടിച്ചു പോകുന്നതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അസ്വസ്ഥരാകുന്നവരാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമീകരണമെല്ലാം ദൈവം വളരെ മനോഹരമായി സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇനി നമ്മളായിട്ട് ഒരു കത്തിയെടുത്താലേ വാളെടുത്താലേ ഇതെല്ലാം ക്രമീകരിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്നത് വളരെ അബദ്ധപൂർണമായ ഒരു ചിന്തയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഈ ലോകത്തിൽ നമ്മുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. പിന്നെ അതുകൊണ്ട് എങ്ങനെ നമ്മുടെ ഈ വിശ്വാസത്തെ നമ്മൾ നിലനിർത്താൻ കഴിയും? ഈ വിശ്വാസത്തിൻ്റെ പ്രസക്തി എന്താണ്, പ്രാധാന്യം എന്താണ്, കാലഘട്ടത്തെ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസ സംഹിതകൾക്ക് അല്ലെ നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുക? വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹം നശിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അവസാനത്തെ ആളും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ജീവിതശൈലി കൈവിടുമ്പോഴാണ്. ഇനി അങ്ങനെ ആ പ്രത്യയശാസ്ത്രത്തെ അനുഗമിക്കുന്ന അല്ലെ അതിനെ ജീവിതശൈലിയാക്കി മാറ്റുന്ന ഒരാൾ പോലും ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് ആ പ്രത്യയശാസ്ത്രം അല്ലെ വിശ്വാസ സംഹിത പരാജയപ്പെടുന്നത് എന്ന് പറയാൻ സാധിക്കും. നമുക്ക് അതാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ട കാര്യം. എൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് കാണിക്കാൻ അല്ലെങ്കിൽ എനിക്ക് അത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് ആ വിശ്വാസത്തിൻ്റെ തത്വങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതശൈലി നമ്മൾ രൂപീകരിക്കുമ്പോഴാണ്. ആ ജീവിതശൈലിയുടെ വക്താക്കളായി നമ്മൾ മാറുകയാണെങ്കിൽ പിന്നെ നമുക്കധികം മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട കാര്യമില്ല, ആളുകളെ സംഘടിപ്പിച്ച് മറ്റൊരാളെ എതിരിടാൻ പോകേണ്ട കാര്യമില്ല, സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ അടിച്ച് തോപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതം തന്നെ ഈ പറയുന്ന പ്രവാചകൻ്റെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമായി ജീവിക്കുന്ന ഒരു തെളിവായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ നബിദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്, വ്യക്തിപരമായി നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം അതാണ്. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ജീവിത ശൈലിയിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ പെരുമാറ്റത്തിലൂടെ, എൻ്റെ ഇടപഴകലിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള, എന്നെ പഠിപ്പിച്ചിട്ടുള്ള, എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള മൂല്യങ്ങൾ, ആശയങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കും. അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു ഉത്തമമായ തീരുമാനം എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ ഇനി സംസാരിക്കണം, വീണ്ടും ആവർത്തി സംസാരിക്കാം. എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. സജീവൻ സാറിൻ്റെ ഒരുപാട് ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സാറിനെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സാറ് ഈ പറയുന്ന പോലെ പത്രപ്രവർത്തന മേഖലയിലായതുകൊണ്ട് ഓരോ വാക്കുകളെയും വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഹൃദയം പ്രവാചകൻ മുഹമ്മദ് നബി എന്ന വിഷയത്തെക്കുറിച്ച് സജീവ് സാറിനെ കേൾക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ആശയങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. സാറിനോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഇത് സംഘടിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.